So Aryan, welcome to our show. Thank you so much. മലയാളത്തിലെ ഫസ്റ്റ് മൂവിയാണ് ഓർമ്മകളിൽ. സോ എങ്ങനെയുണ്ട് മൂവിയിലെ എക്സ്പീരിയൻസ്? I feel it's a very different topic in sense. നമ്മളിപ്പോൾ ഇറങ്ങുന്ന സിനിമ തല്ലുമാല പോലത്തെ ഒരു ഫാഷൻ based മൂവിയാണ്. Like that, there are other movies which are releasing which are very different in topic. So I feel I'm very happy to say that this movie is it's a mix of family, suspense, thriller, sentiments എല്ലാം ഉണ്ട്. ഒരു ഫാമിലിനെ അട്രാക്ട് ചെയ്യുന്നൊരു I think one of the best movies I think was released in a while now. So experience wise it was always like ഞാൻ എപ്പോഴും നോർത്ത് പാർട്ട് ഓഫ് ഇന്ത്യയിലാണ് വർക്ക് ചെയ്തിരിക്കുന്നത് ഏറ്റവും കൂടുതൽ. അപ്പോൾ അതിൽ മൂവീസ് ചെയ്യുമ്പോഴും വെബ് സീരീസ് ചെയ്യുമ്പോഴും ലൈക്ക് ഐ തിങ്ക് ഇറ്റ്സ് മോർ ഡിസിപ്ലിൻ ഇൻ കേരള. ആൻഡ് ഐ തിങ്ക് സത്യം പറഞ്ഞാൽ ഏറ്റവും ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് മൂവീസ് ഇൻ ഇന്ത്യ കം ഔട്ട് ഫ്രം മലയാളം ഓൺലി. നമ്മൾ ഹിന്ദി മിക്കവാറും മൂവീസ് കോപ്പി ചെയ്യുന്നത് ഫ്രം മലയാളം. സോ ഐ ഫീൽ ഇറ്റ്സ് വെരി ലൈക്ക് ഇറ്റ്സ് വെരി സ്റ്റോറി ബേസ്ഡ്. നല്ല എക്സ്പീരിയൻസ് പറഞ്ഞാൽ ശങ്കർ സാറായിട്ട് അഭിനയിക്കാൻ കിട്ടി, പൂജിത, ദീപ ചേച്ചി, റോഷൻ, എല്ലാവരും ഒരു ഫാമിലി പോലെ ഒരു ഫീലിംഗ് ആയിരുന്നു എനിക്ക്. സോ ഇന്ന് നമ്മുടെ കളിയിൽ അല്പം കാര്യം എന്ന ഇന്നത്തെ ഈ ഒരു ഷോയിൽ നമ്മൾ കുറച്ച് ഗെയിംസും കാര്യങ്ങളൊക്കെ ആയിട്ട് ഒരു ഫണ്ണായിട്ട് മാറ്റാനായിട്ടാണ് നോക്കുന്നത്. സോ നമ്മുടെ ആദ്യത്തെ റൗണ്ടിന്റെ പേര് ഞാൻ ആരാ മോൻ. ഒരു ഭയങ്കര ഡിഫറെൻ്റ് ആയിട്ടുള്ള പേരുകളാണ് കേട്ടോ നമ്മുടെ ടീം മെമ്പേഴ്സ് എല്ലാവരും കൂടി ചെയ്തതാണ്. ഞാൻ കുറച്ച് ആൾക്കാരുടെ പേര് പറയും ഹു ആർ വെരി ഫെമിലിയർ ടു യു. സോ അത് പേര് കേൾക്കുമ്പോൾ തന്നെ യു ഹാവ് ടു ഗിവ് ദം എ ടൈറ്റിൽ കാർഡ്. റെഡിയാണോ? അപ്പം നമ്മുടെ ആദ്യത്തെ പേഴ്സൺ ഇസ് ദീപ കർത്ത. ദീപ കർത്ത വരുമ്പോൾ ഒരു സുന്ദരി ഡാൻസർ. ഓൾറെഡി വി നോ ദാറ്റ് ദീപ ചേച്ചി ഈസ് എ വെരി ഗ്രേറ്റ് ഡാൻസർ. അപ്പം അങ്ങനെയല്ല, നമുക്ക് ഡീപ്പായിട്ടുള്ള എന്തെങ്കിലും വേണം അറിയാൻ. ലൈക്ക് ഡീപ്പായിട്ട് വരുമ്പോ ഒരു തീറ്റപ്പണ്ടാരം. ആള് നന്നായിട്ട് ഫുഡ് ചെയ്യാന്ന് തോന്നുന്നു. ഓക്കെ, സോ ദിസ് ഇസ് ജസ്റ്റ് ഫുഡി ആണെങ്കിലും അധികം കഴിക്കാറില്ല ഇപ്പൊ. എല്ലാം നിർത്തി, എല്ലാം സാലഡ്സ് എല്ലാം ഇപ്പൊ എല്ലാം ബേസ്ഡ്. അപ്പൊ നമ്മുടെ സെക്കൻഡ് പേഴ്സൺ ഐ തിങ്ക് ഷീ ഈസ് യുവർ വെരി ബെസ്റ്റ് ഫ്രണ്ട്, പൂജിത മേനോൻ. ഇതാള് കാണുകയാണെന്നുണ്ടെങ്കിൽ അല്ല, ഇത് സൂക്ഷിച്ച് കാണാ, ഫ്രണ്ടിനെ കുറിച്ച് പറഞ്ഞിട്ടുള്ളതാണ്. Okay, but she is cute and bubbly and undu. Okay, നമ്മുടെ third person is നമ്മുടെ ശങ്കർ സർ. ശങ്കർ സർ ഒരു റൊമാൻറ്റിക് ഹീറോ ആയ കാരണം ഒരു നിത്യഹരിതായ നായകനാണ് പുള്ളി. അപ്പോൾ എനിക്ക് അങ്ങനെ അദ്ദേഹത്തിൻ്റെ അടുത്ത് റെസ്പെക്റ്റ് ഉള്ള കാരണം അങ്ങനെ ഫണ്ണി ആയിട്ട് ചിന്തിക്കാൻ പറ്റുന്നില്ല. ബട്ട് ശരിക്കും പറഞ്ഞാൽ ഐ തിങ്ക് ഓൾ ഗേൾസ് ലവ് ഹിം. ഈസ് എ വിമൻസ് മാൻ ബിക്കോസ് ശരിക്കും പറഞ്ഞാൽ ഈസ് റൊമാൻറ്റിക് ഹീറോ ആയിരുന്നു ഒരു 80s 90s. അപ്പോൾ ഐ ഫീൽ ഒരു എല്ലാവർക്കും ഒരു കൊതിയാവുന്ന ഒരു ക്യാരക്ടറാണ് പുള്ളി. അപ്പൊ നമ്മുടെ ഷൂട്ടിംഗ് സ്പോട്ടിലാണെങ്കിലും വാസ് ഹി ലൈക്ക് കൈൻഡ് ഓഫ് സീരിയസ് അല്ലെങ്കിൽ he was not serious, he was very friendly actually. Friendly and he's very supportive I felt. And ഒരു ഫസ്റ്റ് മലയാളം ഡെബ്യൂ ആയ കാരണം പുള്ളി നല്ലോണം ഐ തിങ്ക് ഹെൽപ്പ് ചെയ്തു എന്നെ അവിടെ ഒരു മോൾഡ് ചെയ്യാനും ഒരു സിനിമന്റെ ക്യാരക്ടറിലോട്ട് വരാനും. അത് ഐ തിങ്ക് വെരി സപ്പോർട്ടീവ് ഇൻ ദാറ്റ്. നാലാമത്തെ പേഴ്സൺ ഇസ് നാസർ ലത്തീഫ്. നാസിർ ഖാന്റെ കാര്യം കേൾക്കുമ്പോൾ ഒരു പഞ്ചാര മോസ്റ്റ്ലി ഒരു യങ് പോലെ എപ്പോഴും ഫീൽ ചെയ്യുന്ന. ഐ നെവർ ഫെൽറ്റ് ഹീസ് ലൈക്ക് ഒരു ഹീസ് ദാറ്റ് ഏജ് ഓൾസോ. ഹീസ് ഓൾവേസ് വെരി യങ്, എനർജറ്റിക്. എപ്പോഴും ഓൾ വിമൻ ഐ തിങ്ക് ലവ് നാസിർ ഖാൻ. അതാണ് എനിക്ക് തോന്നുന്നത്. ഐ ഫീൽ വിച്ചപ്പോൾ നമ്മൾ ഇന്റർവ്യൂ പോയാലും ഏതൊരു സ്ഥലത്ത് പോയാലും ഓൾ ദ വിമൻ ആർ ക്രേസി അബൌട്ട് നാസിർ ഖാൻ. സത്യം പറഞ്ഞാൽ സ്വന്തമായിട്ട് ചോദിക്കുകയാണെങ്കിൽ എന്ത് ടൈറ്റിൽ കാർഡാണ് ആര്യൻ തന്നെ കൊടുക്കുന്നത്? ചോദിക്കുകയാണെങ്കിൽ ഒരു സുന്ദരൻ എന്ന് പറയാം. ബട്ട് എന്റെ ഫ്രണ്ട്സ് തന്നെ എപ്പോഴും ഒരു പുളു മാസ്റ്റർ എന്ന് വിളിക്കും. അത് വിട്ടേക്കാം. അല്ല, നമ്മൾ ഫണ്ണി ആയിട്ടാണ് ചോദിച്ചത്. അപ്പൊ എന്തായാലും സുന്ദരനാണെന്ന് പറഞ്ഞാലും നമ്മളത് ഫണ്ണി ആയിട്ടുള്ള സെൻസിൽ തന്നെ. ശരിയെന്താ, ഇത്രയും നേരം കിട്ടിയത് സാമ്പിൾ പണികളായിരുന്നു. ഇനി കിട്ടാൻ പോകുന്നത് 8ന്റെ പണിയാണ്. അപ്പൊ യെസ്, പണിക്കുള്ള ആയുധം വരട്ടെ. ആയുധം ഇവിടെ എത്തിക്കഴിഞ്ഞു. ഈ ഒരു ബൗളില് there are 4 tasks for you. You can choose the first one. Sure. Do a proposal session with our cute anchor. Oh, damn. Oh my god. അങ്ങനൊന്നുമില്ല, ക്യൂട്ട് ആങ്കർ ഒക്കെ ആണ്. ശരിയാക്കി കൊള്ളാം. Thank you. ഓക്കെ, അപ്പൊ പ്രപ്പോസൽ എന്താ മലയാളത്തിൽ ചെയ്യണോ മലയാളത്തിൽ പറയണോ ഇല്ലെങ്കിൽ എല്ലാം മിക്സ് ചെയ്യാല്ലേ? ഫസ്റ്റ് ഒരു ഹിന്ദിയിൽ പറയാം. तेरी आंखों की नमकीन मस्तियाँ नहीं छोड़ूंगा मैं जब तक है जान. അത് ഹിന്ദി ആയില്ലേ? ഇംപ്രസീവ് അല്ലേ? ഇപ്പൊ തന്നെ കൊണ്ടുപോകോ? പക്ഷെ ഒരു കാര്യമുണ്ട്, ഞാൻ കുറച്ചും കൂടി സീരിയസ് ആയിട്ടുള്ള ഒരു പെട്ടെന്ന് അങ്ങനെ വീഴാത്തൊരു കുട്ടിയാണ്. ഞാൻ യെസ് പറയുന്നവരെ പ്രപ്പോസ് ചെയ്യണം കേട്ടോ. കൈ പിടിച്ചിട്ട് പ്രപ്പോസ് ചെയ്യണമെങ്കിൽ കുറച്ചും കൂടി കൈ കൊടുക്കട്ടെ പ്രൊഡ്യൂസേഴ്സ്? കൊടുക്കട്ടെ. ഞാൻ കൊച്ചി വന്ന ഫസ്റ്റ് ഡേ നമ്മളെ സിനിമ ലോഞ്ച് ഉണ്ടായിരുന്നു. അപ്പോൾ ഓർമ്മകളിൽ സിനിമ ലോഞ്ചിലൊരു ആങ്കർ ഉണ്ടായിരുന്നു, പേര് പ്രതിഭയായിരുന്നു. അപ്പോൾ അത് താങ്കൾ തന്നെ ആയിരുന്നു. അപ്പോൾ ആ ദിവസം ട്രെയിലർ വന്നുകൊണ്ട് ഈവൻ വെൻ ട്രെയിലർ വാസ് ദേർ ആൻഡ് മൈ സോങ് കെയിം,
ഞാൻ ആകെ കണ്ടത് നിങ്ങളെ ആ സ്റ്റേജിൽ. അപ്പോൾ എനിക്ക് നിങ്ങളെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പം നമുക്ക് ഒരു ദിവസം ഫ്രീ ആണെങ്കിൽ ഒരു ദിവസം പുറത്തൊരു കോഫി കുടിക്കാൻ പോവാം. ചേട്ടാ ഒരു കോഫി. ഇത് കണ്ടിട്ട് ആളുടെ ഗേൾഫ്രണ്ട് എന്നെ തല്ലിക്കൊല്ലരുത് എന്ന് പറയാണ്. ഇത് സ്ക്രിപ്റ്റിൽ ഉണ്ടായിരുന്ന മാത്രമാണ് എന്ന് പ്രത്യേകമാണ്. ഞാൻ തന്നെ ഒരു ഗേൾഫ്രണ്ട് ഉണ്ടായാൽ മതിയായിരുന്നു എന്നെ കണ്ടിട്ട്. ഗേൾഫ്രണ്ടേ ഇല്ല എനിക്ക്, പാവം. സപ്പോസ് യു ആർ എ 3-year-old ചൈൽഡ്, സിംഗ് യുവർ ഫേവറേറ്റ് പ്ലേ സ്കൂൾ റൈം. ഷുവർ. ബട്ട് ഇതിലുള്ള ഒരു ട്വിസ്റ്റ് എന്ന് വെച്ചാൽ യു ഹാവ് ടു ബി ദാറ്റ് 3-year-old ബേബി. എനിക്ക് എന്റെ അമ്മയും വേണമല്ലോ കൂടെ. തൽക്കാലം എനിക്ക് ഏജ് ഇല്ലെങ്കിൽ പോലും എന്നെ അമ്മയായിട്ട് കണ്ടോ. Baba black sheep, have you any wool? Yes sir, yes sir, 3 bag full. കഴിഞ്ഞോ? അത്രേ ഉള്ളോ? കാക്കേ കാക്കേ കൂടെ എവിടെ അറിയോ? അറിയാം. അത് ഇടയ്ക്ക് തെറ്റാവും കുഴപ്പമില്ല. കാക്കേ കാക്കേ കൂട് വിടെ. കൂടെന്താ? ഞാൻ അത് ബംഗ്ലാ മകപ്പ് ചെയ്തിരിക്കുന്നു പണ്ടത്തെ. കൂട്. ഓക്കെ. കാക്കേ കാക്കേ കൂട് വിടെ, കൂട്ടിനകത്തൊരു കുഞ്ഞുണ്ടോ, കൂറ്റിനു തീറ്റ കൊടുക്കാൻ ഞാൻ, കുഞ്ഞിനു തീറ്റ കൊടുക്കാൻ ഞാൻ, അയ്യോ കാക്കയെ പറ്റിച്ചോ. ഇത് മാത്രമേ എനിക്ക് അറിയുള്ളൂ. അപ്പൊ നമ്മുടെ ലാസ്റ്റ് ടാസ്ക് എന്താണ്? ലെറ്റ്സ് സീ വാട്ട് ലൈക്ക് which task is the last. Okay, suppose you're the anchor of the show, just give a beautiful intro of our show, കളിയിൽ അപ്പൻ കാണാൻ. അല്പം. ഓ കളിയിൽ എന്തായിരുന്നു? അല്പം കാര്യം. So you have to just give an intro for this show. കളിയിൽ അല്പം കാര്യം. Namaskaram, India Glitz viewers. Today I am with a very beautiful Pratibha with us in Hasto Cafe, and നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്ന ഒരു ഷോ ഫോർ കളിയിൽ അല്പം കാര്യം. Yeah, let's start. അടിപൊളി. നല്ലൊരു ഇതായിരുന്നില്ലേ? നല്ല അടിപൊളി. അപ്പോൾ ജോലി പോയല്ലോ. ജോലി ചെയ്തിട്ട് ഞാനായിരിക്കും ആങ്കർ. കുറെ ആക്ട് ചെയ്യാനും സിനിമയ്ക്കൊക്കെ പോകാനുള്ള. ഞാൻ ആങ്കറിംഗ് ചെയ്യാറുണ്ട് ആക്ച്വലി. ചെയ്യാറുണ്ട്. അതെ. ഞാൻ കുറെ ഒരു 2-3 ഇവന്റ്സ് ചെയ്തിട്ടുണ്ട്. മോസ്റ്റ്ലി ഇൻഫോർമൽ ഇവന്റ്സ് ബിക്കോസ് where they want anchors who can add English and Malayalam together. അപ്പോൾ അവർ ആ സമയത്തൊക്കെ എന്നെ വിളിക്കാറുണ്ട്. സോ താങ്ക് യു സോ മച്ച്. നമ്മുടെ എല്ലാ ടാസ്കും ഇവിടെ വിജയകരമായി പൂർത്തിയാക്കിയിരിക്കുകയാണ്. കൺഗ്രാറ്റുലേഷൻസ്. ഈ ഒരു റൗണ്ടിന്റെ പേര് നാവുരുളി. ഓക്കെ. ടങ് ട്വിസ്റ്റർ. സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ തച്ചൻ തയ്ച്ച സഞ്ചി, ചന്തയിൽ തയ്ച്ച സഞ്ചി. പിന്നെ പറഞ്ഞു തച്ചൻ തയ്ച്ച സഞ്ചി, ചന്തയിൽ തയ്ച്ച സഞ്ചി. വൺ ലാസ്റ്റ് ടൈം. ഇതിപ്പോ എനിക്ക് ടാസ്ക് 3 പ്രാവശ്യം ആയില്ലേ? കഴിഞ്ഞില്ലേ? No, you have to say that. ടച്ചൻ തയ്ച്ച സഞ്ചി. It's not touching. ടച്ചിങ് അല്ല. Touchen. ടച്ച്. തത്തയുടെതാ. You know what തത്ത means? തത്ത means parrot. അത്ര കാര്യം. അതിലെതാ. അപ്പൊ തച്ചൻ തയ്ച്ച സഞ്ചി, ചന്തയിൽ തയ്ച്ച സഞ്ചി. തച്ചൻ തയ്ച്ച സഞ്ചി, സഞ്ചി എന്താ സച്ചുവോ? ചന്തയിൽ തയ്ച്ച സഞ്ചി. അത് 3 പ്രാവശ്യം മതി. 2 പ്രാവശ്യം മതി. കഴിഞ്ഞു. തച്ചൻ തയ്ച്ച സഞ്ചി, ചന്തയിൽ തയ്ച്ച സഞ്ചി. വെരി ഗുഡ്. ഒന്നും കൂടി. തത്ത ചായച്ച എന്താണ്? തച്ചൻ ഇതിപ്പോ സംഭവം ഈ ഒരു റൗണ്ട് കഴിയുമ്പോഴേക്കും എനിക്കറിയാവുന്ന മലയാളം കൂടി പോകുന്നതാണ് എന്തൊരു പേടി. പക്ഷെ നന്നായിട്ട് പറഞ്ഞു. ഇപ്പൊ ഞാൻ ഒരു ഹിന്ദി പറഞ്ഞാൽ ചെയ്യോ? ഇല്ല, ആണോ? ഞാൻ ഹിന്ദിയിൽ പറയാം. ഹിന്ദിയിൽ ഓർ ഇംഗ്ലീഷിൽ. ഹിന്ദിയിൽ പറയാം. खड़क सिंह के खड़कने से खड़कती है खिड़कियां, खिड़कियों के खड़कने से खड़कता है खड़क सिंह. മനസ്സിലായല്ലോ? എത്ര പാടായിരുന്നു. ഇതിപ്പോ എനിക്ക് തിരിച്ച് ടാസ്ക് കൊടുക്കണ പോലെ. ഇല്ല, നന്നായിട്ട് ചെയ്തു.